വാർത്തയിലേക്ക്. ബീഫ് നിരോധനത്തിനെതിരെ കേരള ഹൗസിന് മുൻപിൽ ഇടത് എംപിമാരുടെ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഇന്നലത്തെ വിവാദങ്ങൾക്കപ്പുറം ഇന്ന് ബീഫ് വിളമ്പുന്നത് കേരള ഹൗസിൽ നിർത്തുകയും ചെയ്തിരിക്കുന്നു. ആർക്ക് വേണ്ടി നിർത്തി, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നതിൽ ഉത്തരമില്ല. ആ ചോദ്യമാണ് അല്പസമയം മുമ്പ് പിണറായി വിജയനും അവിടെ വന്നപ്പോൾ ഉയർത്തിയത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് സമരവേദിയിൽ നിന്നും? മനു, കടുത്ത പ്രതിഷേധത്തിനാണ് കേരള ഹൗസിലെ സംഭവ വികാസങ്ങൾ ഇടയാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഇടത് എംപിമാർ പ്രതിഷേധവുമായി കേരള ഹൗസിന് മുമ്പിൽ എത്തുകയും ചെയ്തു. പി സമ്പത്ത് എം പി, പി കെ ശ്രീമതി, സി പി നാരായണൻ തുടങ്ങിയവർ, എ സമ്പത്ത് എം പി, പി കെ ശ്രീമതി ടീച്ചർ തുടങ്ങിയവർ പ്രതിഷേധ ധർണ നടത്തി. പിന്നീട് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും അവരോടൊപ്പം ചേരുകയും ചെയ്തു. കടുത്ത പ്രതിഷേധം അദ്ദേഹം വാക്കുകളിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മളോടൊപ്പം എ സമ്പത്ത് MP ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം ഈ വിഷയത്തെക്കുറിച്ച്. എങ്ങനെ ഈ പ്രശ്നങ്ങളെ കാണുന്നു? ഇത് ഈ ആര് എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ് എന്ന് ആരെങ്കിലും ശാഠ്യം പിടിച്ചാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇത് വാസ്തവത്തിൽ സഖാവ് പിണറായി ഇവിടെ കുറച്ചു നേരത്തെ വാർത്താലേഖകരോട് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കേരളീയരുടെ ആത്മാഭിമാനത്തിന്മേലുള്ളൊരു കടന്നുകയറ്റമാണ്, അധിനിവേശത്തിനുള്ളൊരു ശ്രമമാണിത്. ഇവിടെ കേരള ഹൗസിൽ ഡൽഹിയിൽ ഇവിടെ വാസ്തവത്തിൽ ഇവിടെ അറവുശാലയില്ല. ഇവിടെ ഒരു കോഴിയെ പോലും ഇവിടുത്തെ ജീവനക്കാർ കൊല്ലാറില്ല. ഇവിടെ പുറത്തു നിന്നാണ് മത്സ്യവും കോഴിയിറച്ചിയും ഈ പോത്തിറച്ചിയുമെല്ലാം വാങ്ങുന്നത്. അരി ഉൾപ്പെടെയുള്ള മറ്റ് വെജിറ്റേറിയൻ ഐറ്റംസ് ആയാലും ഇതെല്ലാം അവർ പുറത്തു നിന്നാണ് വാങ്ങുന്നത്. ഇവിടെ ഇതൊന്നും കൃഷി ചെയ്യുന്നത് പോലുമില്ല. ഡൽഹിയിൽ ഈ ബഫല്ലോ മീറ്റ് എന്ന് പറയുന്നത് പോത്തിറച്ചിയാണ്. അതിവിടെ നിഷിദ്ധമല്ല. ഇവിടുത്തെ മാർക്കറ്റുകളിൽ അത് സുലഭമായി ലഭിക്കും. ഇവിടെ പല അറവുശാലകളും നടത്തുന്നത് തന്നെ RSSുമായും BJPയുമായും ബന്ധമുള്ള വലിയ മുതലാളിമാരാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ഈ BJPയുടെ 1.5 കൊല്ലത്തെ ഭരണകാലത്തിനിടയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വർഷത്തിൽ, ഏറ്റവും ഒടുവിലത്തെ ഒരു വർഷത്തിൽ 33,000 കോടി രൂപയുടെ മാട്ടിറച്ചിയാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത്. ആ മാട്ടിറച്ചി എന്ന് പറയുന്നതിൽ പോത്തിൻ്റെയും എരുമയുടെയും കാളയുടെയും പശുവിൻ്റെയും എല്ലാം മാംസം ഉണ്ടാവാം ഇക്കാര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ 33,000 കോടി രൂപയുടെ കയറ്റുമതിയിൽ മാത്രം ലഭിക്കുന്നത് ആ പണം അവർ ഈ നാട്ടിൽ ഈ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി ഇത്തരത്തിൽ ഈ ലോ ഇൻറ്റൻസിറ്റി കമ്മ്യൂണൽ ടെൻഷൻസ്, കമ്മ്യൂണൽ ക്ലാഷസ്, കമ്മ്യൂണൽ റൈറ്റ്സ് എന്നുള്ള നിലയിലേക്ക് വ്യാപകമായി സൃഷ്ടിക്കാം. പലയിടത്തും കൊച്ചു വർഗീയമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ദാദ്രിയിൽ കണ്ടത്, ഹരിയാനയിൽ കണ്ടത്, നേരത്തെ മുസഫർ നഗറിൽ കണ്ടത്. ഇതിൻ്റെ പതിപ്പ് കേരളത്തിലും ആവർത്തിക്കാനായി അവർ കുറേ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. അവരുടെ നിർഭാഗ്യവശാൽ, കേരളത്തിൻ്റെ ഭാഗ്യവശാൽ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തും സ്വാധീനവും കേരളത്തിൻ്റെതായിട്ടുള്ളൊരു സാംസ്കാരിക തനിമയും കാരണം ഇതവിടെ നടക്കുന്നില്ല. ഇപ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിൽ ഈ നടത്തിയിട്ടുള്ള നാടകം, അവരിങ്ങനെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായം, തങ്ങളുടേതായിട്ടുള്ള പേശീബലം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസ് ഇവിടുത്തെ കേജ്രിവാളിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലൊന്നുമല്ല. കഴിഞ്ഞ തവണ കേജ്രിവാൾ മുഖ്യമന്ത്രിയായ സമയത്ത് ഡൽഹിയിലെ വലിയ തലവന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ തമ്മിൽ ഒരു സംശയം പരസ്പരം പ്രകടിപ്പിച്ചത്, ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ ഇവിടുത്തെ പോലീസ് മേധാവി സല്യൂട്ട് ചെയ്യേണ്ടതുണ്ടോ, അല്ല സല്യൂട്ട് ചെയ്യാതിരുന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മയുണ്ടോ, പ്രോട്ടോകോൾ പോരായ്മയുണ്ടോ? ഇതൊക്കെയാണ് അവർ തമ്മിലുണ്ടായ തർക്കം. കാരണം ഡൽഹി സംസ്ഥാനം എന്നുള്ളത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സംസ്ഥാനമല്ല കേരളം പോലെ എന്നുള്ളത്. ഇവിടെ ഈ കേരള ഹൗസ് എന്നുള്ളത്, ഡൽഹിയിലെ കേരള ഹൗസ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പൊതുഭരണ വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. GAD പൊളിറ്റിക്കൽ എന്നുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇവിടെ വാസ്തവത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടാതെ, ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതെ ഒരു 30ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് ഇവിടേക്ക് ഇരച്ചു വരികയും ഇവിടെ വന്ന് ഇത്തരത്തിലുള്ളൊരു സീൻ ഉണ്ടാക്കുക. അതിന് കാരണക്കാരായ ചില ആളുകൾ ആരെങ്കിലും ഫോൺ വിളിച്ചു അതിൻ്റെ പേരിലേക്കാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമില്ലല്ലോ, ഇവിടെ തല്ലോ വിളമോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇവരെ ആരും ആക്രമിച്ചിട്ടില്ലല്ലോ. വർഷങ്ങളായി ഇവിടെ വിതരണം ചെയ്യുന്നത്, അത് കഴിക്കാൻ വേണ്ടി തന്നെ മലയാളികളായുള്ള പല ആളുകളും ഇവിടെ വരാറുണ്ട്. കപ്പയും ബീഫും അവിടെ കിട്ടുള്ളൂ. അവിടെ അത് ഈ പോത്തിറച്ചിയാണ് ലഭ്യമാകുന്നത്, ബഫല്ലോ മീറ്റാണ്. അപ്പോൾ നിയമപരമായി ചന്തയിൽ ലഭ്യമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു അത് പാചകം ചെയ്ത് ആ ഭക്ഷ്യപദാർത്ഥം അത് ഇവിടെ വിളമ്പിയാൽ, അത് ആളുകൾ കഴിച്ചാൽ, അതിനെതിരായി ഇത്തരത്തിൽ തങ്ങളുടെ പേശീബലം ഉപയോഗിച്ചുകൊണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പോലീസ് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, സഖാവ് പിണറായി സൂചിപ്പിച്ചതുപോലെ കേരളീയരുടെ
ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കലാണ്. അതിന് മുഖ്യമന്ത്രി ഈ ഡൽഹി പോലീസ് ആത്മസംയമനം പാലിക്കണം എന്ന് മാത്രം പ്രസ്താവന ഇറക്കിയതുകൊണ്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ഇവിടെ എത്തേണ്ടതായിരുന്നു, മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. ഡൽഹിയിലെ മുഖ്യമന്ത്രി കേജ്രിവാൾ പോലും ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. പക്ഷെ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല, പകരം ഉണ്ടായത് ബീഫ് കൊടുക്കുന്നത് നിർത്തിയതാണ്. ഇതൊരു വിധേയത്വം കാണിക്കലല്ലേ? അങ്ങനെ ആരെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ ഇത് നിർത്തിയാലേ നാളെ ഈ മത്സ്യം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ മീൻകറിയും മീൻ വറുത്തതും കൂട്ടി ഒന്ന് ചോറ് കഴിച്ചത്. അപ്പോൾ ഇനി നാളെ ഈ മത്സ്യകൂർമ്മ വരാഹം എന്നൊക്കെ ഉള്ളത് ദശാവതാരത്തിൽപ്പെടുന്ന ആദ്യത്തേതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നിട്ട് ഒരു ബഹളം ഉണ്ടാക്കിയാൽ ഈ മത്സ്യം ഇവിടെ വിളമ്പുന്നത് നിരോധിക്കുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ പല കാര്യങ്ങളും നമുക്ക് ഈ ചില പൂക്കൾ ഉപയോഗിച്ചുള്ള കറികൾ പലതും നമുക്ക് നിരോധിക്കേണ്ടതായിട്ട് വരും. ചില തണ്ടുകൾ ഉപയോഗിച്ചുള്ള ചില കറികൾ നമുക്ക് നിരോധിക്കേണ്ടതായിട്ട് വരും. ചില പ്രത്യേക ഇലവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള കറികൾ നമുക്ക് നിരോധിക്കേണ്ടതായിട്ട് വരും. പിന്നെ മനുഷ്യൻ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് വരും. ഇവിടെ ചോദ്യം ചില ആളുകളുടെ രാഷ്ട്രീയമായ നിക്ഷിപ്ത താല്പര്യം ദുഷ്ടലാക്കോടുകൂടി സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്നത് ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ ആ ശ്രേണിയിലുള്ളത് അവരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം കേരളത്തിൽ ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല. താങ്ക് യു. അരുൺ, പ്രതിഷേധങ്ങൾ തീരുന്നില്ല. ഇടതെമ്പി ഇപ്പോൾ എ സമ്പത്ത് എം പി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു കീഴടങ്ങലാണ് ഇപ്പോൾ കേരള ഹൗസ് അധികൃതർ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് മറ്റു പല പ്രശ്നങ്ങളുടെ പേരിൽ പ്രതിഷേധമുണ്ടായാൽ അതും നിർത്തുമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. തീർച്ചയായിട്ടും സന്തോഷം, അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു പ്രതിഷേധത്തിൻ്റെ ഒറ്റ പ്രതിഷേധവുമായി കുറച്ച് പേരെത്തി, കുറച്ച് പോലീസ് എത്തി എന്ന പേരിൽ കേരളത്തിൻ്റെ പരമാധികാരമുള്ള ഒരു സ്ഥാപനത്തിൽ ബീഫ് വിളമ്പുന്നത് നിർത്തിയെങ്കിൽ അത് എത്രമാത്രം വിധേയത്വമാണ്? ആർക്ക് വേണ്ടിയാണ് അത് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് അവിടെ ബീഫ് വിളമ്പുന്നത് നിർത്തി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള പ്രതിഷേധം അതിനെതിരെയായിരിക്കും അവിടെ ഉയരുക. തീർച്ചയായും മനു, ഇപ്പോഴും തന്നെ പല മലയാളി സംഘടനകൾ, ഇപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു, കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹി ഘടകവും ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം ഇത്തരത്തിൽ ഭക്ഷണക്രമങ്ങളിൽ മറ്റുള്ളവർ കൈകടത്തുന്നത് ഡൽഹി മലയാളികളെ സംബന്ധിച്ചോളം കേരള ഹൗസും അതിലെ സ്റ്റാഫുകൾ നടത്തുന്ന ഈ ക്യാൻറ്റീനും എന്ന് പറഞ്ഞാൽ കേരളീയ ഭക്ഷണം ലഭിക്കാനുള്ള ഒരിടം. അവിടേക്ക് 30ഓളം പോലീസുകാർ ഇരച്ചെത്തുക, പരിശോധന, അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുകയല്ല, കീഴടങ്ങുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തൽക്കാലത്തേക്കെങ്കിലും ഈ ബീഫ് നിർത്തുക എന്ന് പറയുന്നതിലൂടെ അതൊരു കീഴടങ്ങലാണ്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്. ഇന്നലെ ഡൽഹി പോലീസ് നടത്തിയ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ, ഏതെങ്കിലും തരത്തിൽ അധികൃതരോട് ചോദിക്കാതെയുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഇതുവരെ ഉണ്ടായെങ്കിൽ ഇനി ഉണ്ടാകുന്നത് ഇതുവരെ അതേ നല്ല ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന വിധത്തിൽ തീർച്ചയായിട്ടും സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.